നമസ്കാരം. ചങ്കൂറ്റം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിക്കുകയാണ്. ഈ യുദ്ധം അവസാനിക്കുന്ന വാർത്ത ലോകത്തെ എല്ലാ ജനങ്ങൾക്കും ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ്. നമ്മൾ കുട്ടികൾ ഇപ്പോഴും ഒന്നാം ലോകമഹായുദ്ധവും രണ്ടാം ലോകമഹായുദ്ധവുമൊക്കെ ചരിത്രതാളുകൾ മറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. നാളെ ഒരുപക്ഷെ ഈ റീസെൻ്റായി നടന്ന ഹമാസ് യുദ്ധവും ഹമാസ് ഇസ്രയേൽ യുദ്ധവും പാഠ്യപദ്ധതി ആയിക്കൂടാന്നില്ല. ഇന്നത്തെ സംഭവം നാളത്തെ ചരിത്രമായി മാറുകയാണ്. അപ്പോൾ ഇത് സ്വാഭാവികമായും ചരിത്ര പുസ്തകങ്ങളിൽ വരികയും കുട്ടികൾ പഠിക്കുകയുമൊക്കെ ചെയ്യേണ്ടി വരും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒരു യുദ്ധവും ചരിത്രത്തിൻ്റെ ഭാഗം ആകരുതെന്ന് ആരും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഹമാസ് ഇസ്രായേൽ യുദ്ധം എന്തിനു വേണ്ടിയായിരുന്നു, ആർക്കു വേണ്ടിയായിരുന്നു, അത് ഏത് ഭാഗത്തു നിന്നാണ് ആരംഭിച്ചത്, അല്ലെങ്കിൽ ഏത് ചിന്തയിൽ നിന്നാണ് ആരംഭിച്ചത് എന്ന് നമ്മളൊന്ന് പുറകിലോട്ട് പോയി നോക്കുമ്പോൾ വാസ്തവത്തിൽ ഈ യുദ്ധത്തിന് ഒരു കാരണവുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ രണ്ടു രാജ്യത്തെയും ജനങ്ങൾ ഈ യുദ്ധം ആഗ്രഹിച്ചിരുന്നില്ല. ഹമാസും ആഗ്രഹിച്ചിരുന്നില്ല, ഇസ്രായേലും ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷേ ഇരു ഭരണകൂടവും ഈ യുദ്ധം അനിവാര്യമാണെന്ന് ഉറപ്പാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ യുദ്ധ നടപടികളുമായി മുമ്പോട്ട് പോവുകയും ചെയ്തു. ഇപ്പോൾ ഈ യുദ്ധം അവസാനിക്കുമ്പോൾ ഈ യുദ്ധത്തിൻ്റെ പരിസമാപ്തിയിൽ എന്താണ് നേടി, ആരാണ് ജയിച്ചത്, ആരാണ് വിജയിച്ചത്? ഈ ഉത്തരത്തിന് വേണ്ടി ലോകജനത പരക്കം പായുന്നു എന്ന് പറയുന്നതായിരിക്കും ശരി. 10,000-കണക്കിന് ആളുകൾ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. ആകാശത്തിലൂടെയും കടലിലൂടെയും മറ്റു മാർഗങ്ങളിലൂടെയും നടത്തിയ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത് 10,000-കണക്കിന് ആളുകളാണ്. കുട്ടികൾ ലക്ഷ്യമില്ലാതെ നിലവിളിച്ചുകൊണ്ട് ഓടിപ്പോകുന്നത് നമ്മുടെ എല്ലാം കണ്ണുകളിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. വാസ്തവത്തിൽ അതൊക്കെ ദുഃഖകരമായ കാര്യങ്ങൾ തന്നെയാണ്. ശരീരഭാഗങ്ങൾ അറ്റുപോയവർ, ഒരു നേരത്തിന് ആഹാരം കിട്ടാതെ മറ്റുള്ളവരുടെ കയ്യിൽ യാചിക്കാൻ വേണ്ടി വിധിക്കപ്പെട്ടവർ. ഈ യുദ്ധം ഇപ്പോഴും നമ്മുടെ മുന്നിലുള്ള ചോദ്യം എന്തിനു വേണ്ടിയായിരുന്നു, ആർക്കു വേണ്ടിയായിരുന്നു? ഉത്തരം വളരെ ലളിതമായി നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ അതൊക്കെ ഒരുപക്ഷെ നാളത്തെ ചർച്ചയായി അല്ലെങ്കിൽ മറ്റു പല ഭാഗങ്ങളുമായി കടന്നു വരാൻ സാധ്യത. ഈ യുദ്ധം ഏതെങ്കിലും ഒരു മതത്തിൻ്റെയോ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൻ്റെയോ ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ വിജയമായി നമുക്ക് കാണാൻ പറ്റില്ല. ഇവിടെ ദുരിതങ്ങൾ അനുഭവിക്കുകയാണ്. ഇത് പറയുമ്പോൾ 1869 ലിയോ ടോൾസ്റ്റോയിയുടെ യുദ്ധവും സമാധാനവും എന്ന പുസ്തകം പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ പുസ്തകം ഒരുപാട് ആളുകൾ വായിച്ചിട്ടുണ്ടാവാം, പഠിച്ചിട്ടുണ്ടാവാം. റഷ്യയിൽ നെപ്പോളിയൻ ബോണപ്പാർട്ട് നടത്തിയ യുദ്ധത്തിൻ്റെ ഭാഗമായി 15 വർഷക്കാലം അവിടുത്തെ പട്ടാള മേഖലയിൽ സേനാ വിഭാഗത്തിൽ സേവനമനുഷ്ഠിച്ചിരുന്നവരുടെ ജനങ്ങളുടെ ദുരിതവും അതിനപ്പുറവുമുള്ള കഥകൾ വിവരിക്കുന്നതാണ്. ഞാൻ ആ കഥ ഇവിടെ ദീർഘമായി പറയേണ്ട കാര്യമില്ല. നിങ്ങളെല്ലാം പലരും പഠിച്ചിട്ടുള്ളതാണ്. ഇപ്പോഴും ലഭ്യമാണ് ആ പുസ്തകം. ആ തീഷ്ണമായ ഭാവം അദ്ദേഹം അവതരിപ്പിച്ചതുപോലെ വീണ്ടും ഒരു കഥയ്ക്കുള്ള ഒരു നോവലിന്, ഹൃദയസ്പർശിയായ ഒരു നോവലിന് സാധ്യതയുള്ളതാണ് ഇപ്പോഴത്തെ യുദ്ധം എന്ന് പറയേണ്ടിയിരിക്കുന്നു. അല്ലാതെ നോവലിനപ്പുറം ഈ യുദ്ധം കൊണ്ട് ഒന്നും നേടിയില്ല എന്നത് യാഥാർത്ഥ്യമാണ്. ഇത് നമ്മൾ ഈ ഇത്തരം യുദ്ധങ്ങളെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാനും പാടില്ല. കഴമ്പില്ലാത്ത യുദ്ധങ്ങളുടെ കഥകളൊന്നും തന്നെ ചരിത്രത്തിൽ വരാനും പാടില്ല, ചരിത്രപാഠങ്ങളായി മാറാനും പാടില്ല. നിർത്തുന്നു. നന്ദി.